സദ്യവട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. സദ്യവട്ടത്തിൽ നമുക്കറിയാം സദ്യ എങ്ങനെ വിളമ്പണം, വിഭവങ്ങളുടെ ചിട്ടവട്ടങ്ങൾ, വിഭവങ്ങൾ ഏതൊക്കെയാണ് പാചകം ചെയ്യേണ്ടത്, ഇവയൊക്കെയാണ് സദ്യവട്ടത്തിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പഴയിടം ശ്രീ മോഹനൻ നമ്പൂതിരിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണ് നമ്പൂതിരി? മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റേറിയൻ വിഭവങ്ങളിലൊന്നാണ് അവിയൽ. അവിയൽ തീർച്ചയായിട്ടും സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം അവിയൽ തന്നെ അടുത്തതായിട്ട് നമ്പൂതിരി ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ അവിയലിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ എനിക്ക് എല്ലാ പച്ചക്കറികളും അടി കട്ടിയുള്ള പാത്രം, അത് ഉരുളി പോലുള്ള പാത്രങ്ങളാണെങ്കിൽ അതിന് വെള്ളം ഒഴിക്കേണ്ടതില്ല. പാത്രങ്ങളാണെങ്കിൽ ചോട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം. ഉരുളി പോലുള്ള കട്ടിയുള്ള പാത്രങ്ങൾ ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം. അപ്പോൾ ഉരുളിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം തന്നെ ഊറി വരും. നമ്മൾ ചേന ഇട്ടു, അതിനുശേഷം പടവലങ്ങ ഇട്ടു, പിന്നെ അതിനുശേഷം വെള്ളരിക്ക ഇട്ടു, കായ, വഴുതനങ്ങ, ക്യാരറ്റ് അല്ലേ, ഈ 3 വിഭവങ്ങളും കൂടെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മുരിങ്ങക്കായ നമ്മളിപ്പോൾ ഇടില്ല. മുരിങ്ങക്കായ ഇപ്പം ഇടാം. സംശയിച്ച് നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് ടിപ്പാണെന്ന് വിചാരിച്ചു. സാധാരണ സദ്യക്ക് നമ്മൾ മുരിങ്ങക്കായ ലാസ്റ്റ് പകുതി വെന്തതിന് ശേഷം ഇടാം. പക്ഷേ ഇത് കുറച്ച് അല്ലേ ഉള്ളൂ, ഇതെല്ലാം ഒന്നിച്ച് വേവുന്ന. അതുകൊണ്ട് സാധാരണ ഇത് ലാസ്റ്റാണ് ഇടുക മുരിങ്ങക്കായ. പക്ഷെ നമ്പൂതിരി ഇപ്പം ഇത് കുറച്ചുള്ളതുകൊണ്ട് ആദ്യം തന്നെ അങ്ങ് ഇട്ടതാണ്. പച്ചക്കറി റിച്ച് ആയിട്ടുള്ള ഒരു വിഭവമായ കാരണം അതിന് മഞ്ഞൾപ്പൊടി നമ്മൾ നല്ലോണം ആഡ് ചെയ്യണം. കാരണം ഇത്രയധികം പച്ചക്കറി ഉള്ളത് കൊണ്ടാണോ മഞ്ഞൾപ്പൊടി അധികം ഇടുന്നത്? ഓ, മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് വിഷാംശം ഒരു പരിധി വരെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ മഞ്ഞൾപ്പൊടി സാധിക്കുന്നു. ശരി, അപ്പോൾ പച്ചക്കറിയിലുള്ള വിഷാംശം മാറ്റാനായിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ്. നമ്മള് മുളക് പൊടി വളരെ ഇതിന് പച്ചമുളകാണ് ശരിക്കും. പക്ഷേ ഇതിനൊരു ശരിയായ ഞാൻ കേട്ടിരിക്കുന്നത് പച്ചമുളകാണ്. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇടുക. ചിലവർ തേങ്ങ ഇടുന്ന കാണാം. ഇപ്പം നമ്മൾ മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് ഇടാൻ നിൽക്കുന്നത് അല്ലേ? ഇത് നമ്മൾ പുളിക്ക് പകരം മാങ്ങയാണ് ചേർക്കുന്നത്. വടക്കൻ കേരളത്തിൽ തൈരാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ മറ്റു തിരുവിതാംകൂർ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് മൊത്തത്തിൽ അവിയലിന് വരുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമേ കുറച്ച് മുളക് പൊടി ചേർക്കും. ജലാംശം ഉണ്ടാവണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കുക പച്ചക്കറി ഇടുന്ന സമയത്ത്. അതേപോലെ തന്നെ ഇതൊന്ന് ഇല വെച്ച് മൂടി വെച്ചിട്ട് എത്ര നേരം ഇത് വേവിക്കണം? കഷ്ണം വേകാൻ കുറച്ച് സമയം എടുക്കും. ആദ്യം നമ്മൾ സ്ലിമ്മിലിട്ടിട്ട് അതിൻ്റെ അകത്ത് ജലാംശം ഉണ്ടാകുന്ന വെള്ളം ഒഴിക്കാത്തത് കാരണം ആദ്യം തീ കുറച്ച് വെക്കണം. ഇത് ആദ്യം വെള്ളം പച്ചക്കറിക്കുള്ളിൽ നിന്ന് വെള്ളം തന്നെ വരണം. ആദ്യം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി തീ കൂട്ടിയിടാം. അതിനുശേഷം അത് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മാങ്ങയും പച്ചമുളകും. അപ്പോൾ നമ്മൾ ഈ ഉരുളിയിൽ നിന്ന് എത്ര നേരം പച്ചക്കറി വേവാനെടുക്കും? നമുക്കൊരു ഏതാണ്ട് 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ ഇത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അവിയൽ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും അല്ലേ? നോക്കാം. വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് അത്യാവശ്യം വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടുത്തിടേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താ? ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പച്ചമാങ്ങ ഇടാം. ചില സ്ഥലത്ത് മാത്രമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ ഇടുക എന്നുള്ളത്. പിന്നെ പച്ചമുളക് നന്നായിട്ട് ഇടിച്ച പച്ചമുളക് ഇടുക അല്ലേ? നമ്മൾ ഈ അവിയൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ടിപ്സ് പ്രയോഗിക്കാറുണ്ടോ? പുളിയിഞ്ചിയിൽ ഇടയ്ക്കിടയ്ക്ക് കരിവേപ്പില ഇട്ട പോലെ എന്തെങ്കിലും അവിയലില്? ശരിക്കും കരിവേപ്പില 3 പച്ചയാണ്. പച്ചക്കരിവേപ്പില, പച്ച വെളിച്ചെണ്ണ, പച്ച നാളികേരം, 3 പച്ചയാണ് അവിയലിൻ്റെ ഒരു
സ്വാദ് ഉണ്ടാക്കുന്നത്. 3 പച്ചയാണ്. പച്ചക്കരിവേപ്പില, പച്ച വെളിച്ചെണ്ണ, പച്ചക്കറിവേപ്പില, പച്ചമുളക്, ഇത് 3ഉം. ഈ ഒരു പിന്നെ നാളികേരം അല്ലേ, നാളികേരം. അപ്പം ഇത് ഇത്രയും 4 ഇൻഗ്രീഡിയൻസ് ആണ് അവിയലിലൊരു എന്താ പറയുക ഒരു രുചിയേറുന്നതും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 4 ഇൻഗ്രീഡിയൻസ് അല്ലേ. അവിയലിലായാലും സാമ്പാറിലായാലും ഒരുപാട് പച്ചക്കറികൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവിയലിൽ ഇടാൻ പാടില്ലാത്ത ഏതെങ്കിലും പച്ചക്കറി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവിയലിനാണെങ്കിലും നമ്മൾ ഇടാൻ പാടില്ലാത്ത പല സ്ഥലങ്ങളിലും പലതും ചേർക്കാറുണ്ട്. നമ്മൾ പക്ഷേ ഈ വടക്കൻ കേരളത്തിലേക്ക് പാവയ്ക്ക വരെ ചേർക്കാറില്ല. ഇവിടെ മധ്യ തിരുവിതാംകൂറിലോ തെക്കൻ കേരളത്തിലേക്ക് പാവയ്ക്ക ചേർക്കാം. അപ്പം ഇടാൻ പാടില്ലാത്തതൊന്നും മാങ്ങ ചേർത്തത്തേക്ക് വടക്കൻ കേരളത്തിൽ തൈരാണ് ചേർക്കാറുള്ളത്. ചില സ്ഥലങ്ങൾ തൃശ്ശൂർ ഏരിയയിലൊക്കെ പുളിയാണ് പിഴിഞ്ഞ് വാളംപുളിയൊക്കെ പിഴിഞ്ഞ് ചേർക്കാം. ഇതിന് കൂടുതൽ രുചിയേറുന്നത് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ്? ഇപ്പം തേങ്ങയാണോ അതോ ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ശീലമായിട്ടുള്ള ശീലമാണ്. നമ്മുടെ രുചിശീലങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേറെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പാടില്ല. എല്ലാ നാട്ടിലും നമ്മൾ അംഗീകരിക്കാന്നുള്ളത് പറ്റും. ഞാൻ കേട്ടിട്ടുണ്ട് അവിയലിന് ഒരു ഐതിഹ്യം ഉണ്ടെന്ന്. അതായത് പഴയ കാലത്ത് ഭീമസേനൻ പച്ചക്കറികളൊക്കെ, അതായത് കിട്ടിയ പച്ചക്കറികളൊക്കെ അരിഞ്ഞുണ്ടാക്കി അദ്ദേഹത്തിന്റെ വിശപ്പടക്കി അതിലൂടെയാണ് അവിയൽ ഉണ്ടായത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട്? അങ്ങനെയാണ് പറയുന്നത്, ഐതിഹ്യം പറയുന്നത്. നമുക്കും മാത്രമേ അറിയുള്ളൂ. അതെ, കേട്ട പരിചയം മാത്രമേ, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടായ ഒരു വിഭവമാണ് അവിയൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിന്നെ ആഡ് ചെയ്യാനായോ? മാങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അത് വേവണം. മാങ്ങ വേവുന്ന സമയം ഇനി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആവി കയറേണ്ട താമസമുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു സദ്യയില് പണ്ടത്തെ കാലത്ത് 4 വിഭവങ്ങൾ മാത്രമായിരുന്നു. അതിലൊന്നായിരുന്നില്ല അവിയല്? ഇല്ല, അതിൽ അവിയലില്ലായിരുന്നു. അതിൽ അവിയൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഏതൊക്കെയായിരുന്നു? നാലുകറി എന്ന് പറയുന്നത് കാളൻ, ഓലൻ, എരിശ്ശേരിയാണ്. കാളൻ, ഓലൻ, എരിശ്ശേരി, ഒരു ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അവിയൽ അതിന് ശേഷം ഉണ്ടായ ഒരു വിഭവമാണ്. അത് ശരി. അപ്പൊ അവിയൽ പഴയ കാലത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല, പിന്നീടുള്ള കാലത്ത്. ഇപ്പൊ ഇതിനെ തന്നെ നമ്പൂരി വളരെ കാലഘട്ടങ്ങൾക്ക് മുൻപാണ്, ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അത് ശരി, 50 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഈ 4 വിഭവങ്ങൾ അല്ലേ? പക്ഷെ പിന്നീട് അതിൻ്റെ അകത്ത് ഒരുപാട് ഒത്തിരി ഐറ്റംസ്, ഇപ്പൊ 28 ഐറ്റം, 30 ഐറ്റം, 40 അതെ എല്ലാം ഇലവട്ടം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന അത്രയും വിഭവങ്ങളായി ഇപ്പത്തെ കാലം. കളർഫുൾ ആവുകയാണ്, പല കളറിലുള്ള പല സാധനങ്ങളും നിരത്തി. അതെ അതെ അതെ. അതിപ്പോ മാങ്ങ അവിയലിന്റെ വെന്ത് കഴിഞ്ഞു. ഇപ്പൊ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. പച്ചക്കറിയുടെ കൂടെ ഇരുന്ന് വെള്ളം ശരിക്കും വറ്റിയിട്ടുണ്ട്. അപ്പൊ വെള്ളം ശരിക്കും വറ്റിയിട്ടുണ്ട്. ആ മാങ്ങ അതേ സമയം വെന്തിട്ടുണ്ട്. പച്ചമുളകും ശരിക്കും ഒന്ന് പിടിച്ചിട്ടുണ്ട് അവിയലിന്റെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ. അപ്പൊ നമ്മൾ സിം ചെയ്ത് തീ കുറച്ചിടണോ? തേങ്ങ ഇടുന്ന സമയത്ത് വെള്ളം വറ്റിയോണ്ടാണ് നമ്മൾ തീ വെള്ളം നന്നായിട്ട് വറ്റി വന്നതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ചാണ് ഇട്ടിരിക്കണേ. അതിനുശേഷം പാകത്തിന് തേങ്ങ ഇടുക, കറിവേപ്പില, പച്ചക്കറിവേപ്പില ഇടുക, പച്ച വെളിച്ചെണ്ണ. അപ്പം തേങ്ങ, പച്ചക്കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ പച്ചമുളക് ആദ്യം ഇട്ടു. അപ്പോൾ അവിയലിൻ്റെ ആവശ്യമുള്ള 4 സാധനങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കുക. ഇത് മുമ്പ് എങ്ങനെയായിരുന്നു നമ്പൂതിരി? ഇത് തന്നെ കൈവഴക്കം വന്നതാണോ അതോ ഗുരു ആരെങ്കിലും ഉണ്ടോ? വളരെ കാലങ്ങൾക്ക് 80കളിൽ തുടങ്ങിയതാണ് പാചകം. 80-ൽ അല്ല, 35 വർഷമായി. 90കളിലെ 90-95 കാലഘട്ടത്തിലൊക്കെ ശരിക്കും എസ്റ്റാബ്ലിഷ് ആയത്. വലിയൊരു ഫംഗ്ഷൻ എടുക്കാവുന്ന ഒരു 90-ാം ഇതായപ്പോഴാണ്. അല്ല, 90-ന് ശേഷമാണ് നമ്മൾ മേജർ പ്രോഗ്രാംസ് എടുത്തത്. ആദ്യകാലത്തൊക്കെ ഇങ്ങനെ പോയി പല ആൾക്കാരുടെ കൂടെ പോയി പഠിച്ച് പിന്നെ അങ്ങ് പ്രശസ്തനായതല്ലേ? പ്രശസ്തനായത് പറയരുത് ഒരിക്കലും അല്ല. കാരണം ഇത്രയേറെ 8-9 കല്യാണങ്ങളൊക്കെ ദിവസം ഏറ്റെടുക്കുകയും അങ്ങനെ ഇത്ര കൈവഴക്കത്തോടുകൂടി പാചകം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും പ്രശസ്തം തന്നെ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് തീ കെടുത്താം. പാകമായിട്ടുണ്ട് അത്യാവശ്യം. അവിയലിൻ്റെ നല്ല മണം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കും തോറും നല്ല നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനൊരു ഗോൾഡൻ യെല്ലോ കളറാണ്. ഈ കളറാണ് മധ്യ തിരുവിതാംകൂറിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇതിന് വെള്ള നിറമാണ് കൂടുതൽ, കാരണം മഞ്ഞപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് ഇതിന് പകർന്നു വെച്ചിട്ട് കഴിച്ചു. തീർച്ചയായിട്ടും. ഇതേ ഉള്ളൂ, പാകമായില്ലേ? ടിപ്സും ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ല ഇടാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം.
ട്രെൻഡി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിയൽ ബൗളിലിരുന്നിട്ട്. അങ്ങനെയല്ല, അത് നമ്മൾ ഇതിന്റെ വയറ്റെടുക്കായിരിക്കും അല്ലേ? അല്ലല്ല, ഇതിന്റെ മീതെ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പൊ വെളിച്ചെണ്ണ ഇതിൽ പരന്നിട്ട് അതില് അതായത് ഈ ബൗളിന്റെ മേലെ ഇനി വെളിച്ചെണ്ണ ഓ ഈ ആക്കി വെച്ച ബൗളിന്റെ മേലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ പകർത്തി ഒഴിക്കും. പകർന്നു വയ്ക്കുന്ന പാത്രത്തിന്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു ടിപ്പാണ്, ശ്രദ്ധിച്ചോളാം. ലേശം വെളിച്ചെണ്ണ അതിൽ തൂയി കൊടുക്കുക. കഴിഞ്ഞു, നമ്മുടെ അവിയൽ ഇന്നത്തെ വിഭവമായി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവിയൽ കഴിക്കാൻ ധൃതിയായി, നമുക്ക് അവിയൽ കഴിച്ചാലോ? തീർച്ചയായിട്ടും. പക്ഷേ അവിയൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്പൂൺ എടുത്ത് കഴിക്കാല്ല, അവിയൽ ഇലയിൽ കൊടുക്കാന്നാണ് ഒരു ചടങ്ങ്. ഓ അത് ശരി, അവിയൽ മാത്രം ഇലയിൽ കൊടുക്കാന്ന്. അപ്പോൾ അവിയൽ ഇലയിൽ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കാം. തീർച്ചയായിട്ടും കഴിച്ചു നോക്കാം. ആ മഞ്ഞപ്പൊടി ഇട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കഷ്ണം കൊള്ളാം, എല്ലാം പാകത്തിന്. ഞാനിങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഒക്കെ പാകല്ലേ പക്ഷെ ഒക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ അവിയൽ പാകമായിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് നീങ്ങാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പുതിയ വിഭവം ഓലൻ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കറിയാം. ചെറിയൊരു ഇടവേള. അപ്പം നമ്മുടെ അടുത്ത വിഭവം ഓലനാണ്. ഓലൻ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവർക്കും കഴിക്കാൻ താല്പര്യം കൂടിയതൊക്കെ ആയിരിക്കും ഓലൻ. കാരണം എരിവില്ലാത്ത സദ്യയിൽ ആകെയുള്ളത് ഓലനാണ്. ബാക്കി എല്ലാത്തും അത്യാവശ്യം എരിവ് കൂടിയതല്ലേ? എരിവില്ലാത്തതാണ്. ചെറിയൊരു എരിവിലുണ്ട് നമ്മൾ 2-3 പച്ചമുളക്. ഓ അത് ശരി, വളരെ കുറച്ച്. അതായത് എരിവ് ഇല്ലാതിരിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് പച്ചമുളക് രീതിക്കുള്ള ഓലനാണ്. കുമ്പളങ്ങ കാരറ്റും കൂടി മിക്സ് ചെയ്താണ്. അത് ശരി. മത്തങ്ങ ഉണ്ട്, കുറച്ച് പച്ചമുളക്, പിന്നെ വൻപയറാണ് അച്ചിങ്ങാപ്പയറിന് വൻപയറാണ് ചേർത്ത്. ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ബാക്കി സാധനങ്ങൾ മാത്രം. തേങ്ങാപ്പാൽ, കരിവേപ്പില എല്ലാം. നമുക്ക് തുടങ്ങാം. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം അല്ലേ? ഓക്കെ, ആദ്യം ഇത് വെള്ളം വെച്ചിട്ടാണ് തുടങ്ങാൻ നോക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ആദ്യം വൻപയർ ഇടുക. കുതിർത്ത് വെച്ച വൻപയറാണ്. അതൊരു 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് 1 മണിക്കൂറോളം അത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ, അതായത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുമ്പളങ്ങയും ക്യാരറ്റും നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം മത്തങ്ങ, പച്ചമുളക് ഈ പറയുന്ന പോലെ വളരെ കുറച്ച് ഇടാൻ പോലെ, ടേസ്റ്റിന് മാത്രം. വളരെ കുറച്ച് എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് കുറച്ചിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് മതി. അപ്പോൾ നമ്മുടെ അവിയൽ പോലെ തന്നെ വാഴയില വെച്ച് ഇത് അടച്ച് വെക്കുക. ആ ഒരു വെന്ത് കിട്ടാൻ വേണ്ടി 15 മിനിറ്റോളം എടുക്കും. 15 മിനിറ്റോളം എടുക്കും. വൻപയർ വെന്ത് നല്ലോണം ഓടയാൻ വേണ്ടിയിട്ട് 20 മിനിറ്റോളം എടുക്കുക വെന്ത് വരാൻ. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാൻ ഒരു 15 മിനിറ്റ് സമയം എടുക്കും. നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം. അപ്പോൾ ഓല നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം അല്ലേ? മൂടി എടുക്കാം അല്ലേ? ഇലയൊക്കെ എടുത്ത് മാറ്റാം. എത്ര ചൂടുള്ള സാധനമാണെങ്കിലും ഇവർക്ക് തൊട്ട് നല്ല ശീലമാണ്. എൻ്റെ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റണം അല്ലേ? വെള്ളം നല്ലോണം വറ്റുന്നത് നല്ലത്. സ്വാദ് കൂടുതൽ വരാൻ നല്ലത്. അപ്പോൾ ഇത് നമ്മൾ അടുത്തത് എന്താ ചേർക്കുക ഇതിലേക്ക്? തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ. അടുത്തത് നമ്മൾ തേങ്ങാപ്പാലിന് ക്വാണ്ടിറ്റി ഇത്ര വേണം അങ്ങനെ എന്തെങ്കിലും? 1 കപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. വേറെ എന്ത് പ്രത്യേകത ഓലനുള്ളത്? ഓലന് ഒന്നും ഇല്ല എന്നുള്ളതാണ്. എരിവില്ല, പുളിയില്ല, മധുരമില്ല, ഉപ്പ് മാത്രമാണ് ഒരു ഇൻഗ്രീഡിയന്റ് അല്ലേ? ഇല്ലാത്തൊരു പാവം സാധനം. അതായത് പുളിയുള്ള കാളനൊക്കെ കൂട്ടുമ്പോൾ അതിന്റെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓലൻ. പാകത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക അല്ലേ? ചില സ്ഥലങ്ങളിൽ ഉപ്പ് ഇടാറില്ല. ചില സ്ഥലങ്ങളിൽ ഓലന് ഉപ്പ് പോലും ഇടാറില്ല. അത് ഏത് സ്ഥലം? വെറുതെ കുമ്പളങ്ങ മാത്രമേ വേവിച്ചിട്ട് വെളിച്ചെണ്ണ. ഏത് സ്ഥലക്കാരും അങ്ങനെ ഉപ്പ് പോലും? പ്രത്യേകിച്ച് ക്ഷത്രിയരായിട്ടുള്ള തൃപ്പൂണിത്തുറ. എന്റെ അച്ഛന്റെ തറവാട് തൃപ്പൂണിത്തുറയിലാണ്. അപ്പൊ ചില ആൾക്കാർ ഉപ്പ് പോലും, കാരണം ഉപ്പ് തീരെ കുറവ് മതി അതിന്. അങ്ങനെ ഒരു സ്വഭാവം. ശരി. അപ്പോൾ നല്ലോണം ഇതിന്റെ എല്ലാ വെള്ളം പറ്റി നമുക്ക് തീ കെടുക്കാം. വെള്ളം പറ്റി നമ്മൾ തീ കെടുത്താട്ടോ. തീ കെടുത്തിട്ട് പച്ചക്കറിവേപ്പില തിരുമ്പി ഇടുക. ഒരു ടിപ്പാണേ, പച്ചക്കറിവേപ്പില നന്നായിട്ട് തിരുമ്പി ഇടുക ഇതിലേക്ക്. പിന്നെ നമ്മുടെ സ്ഥിരം ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ
ആ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ തന്നെ വേണം. വെളിച്ചെണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണയും കരിവേപ്പില ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഓലൻ ഏകദേശം ആയില്ലേ? ഓലൻ ഏകദേശം ആയിരുന്നില്ല. ഓലൻ ഏകദേശം ആയി. നല്ല ഓലൻ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്വാദം കൂടെ നോക്കാം. തീർച്ചയായിട്ടും. ഇതിന് ഇലയൊന്നും വേണ്ട, അവിയൽ പോലെ നേരെ കയ്യിൽ. ആയിക്കോട്ടെ. ഭയങ്കര ചൂടുണ്ട് ഓലന്, ടേസ്റ്റ് ചെയ്യാം. ചൂടോടെ വേണം. സദ്യക്ക് വിളമ്പ് തുടങ്ങിയാൽ ഓലൻ്റെ തീ കെടുത്താൻ പാടില്ല. അത് എപ്പോഴും കണപ്പുറത്ത് കിടക്കണം. അത് ശരി. ചൂടോട് കൂടി തന്നെ കഴിക്കാം. പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു രുചി ഒന്നും പറയാനില്ല. അസലായിട്ടുണ്ട് ഓലൻ. അപ്പോൾ നമ്മളുടെ ഇന്ന് 2 വിഭവങ്ങൾ തയ്യാറാക്കി നമ്മൾ, അവിയലും ഓലനും. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ പുളിയിഞ്ചി നമ്മൾ പറഞ്ഞു ഇലയുടെ താഴെയായിട്ട് വിളമ്പേണ്ട വിഭവമാണ്. അപ്പോൾ ഈ അവിയലും ഓലനും അതിൻ്റെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അവിയൽ ഇലയുടെ ഏറ്റവും വലത്തെ ഭാഗത്ത്. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അവിയലാണ്. അവിയൽ പെട്ടെന്ന് എളുപ്പാൻ ഭാഗത്തിന് ക്ലോക്ക് വൈസ് ആയിട്ട് വരുമ്പോൾ ഏറ്റവും ഇങ്ങേറ്റായിട്ടാണ്. അപ്പം ഇലയുടെ റൈറ്റ് സൈഡിൽ മേലെ ഭാഗത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ അവിയൽ കഴിക്കുന്നുള്ളതുകൊണ്ട് അവിടെ ഓലൻ ഇലയുടെ മധ്യഭാഗത്തായിട്ട് മുകളിൽ. അതായത് അവിയലിനേക്കാളും കുറച്ചുകൂടെ മാറിയിട്ട് ഓലൻ ഇലയുടെ മധ്യഭാഗത്തിലായിട്ട് അല്ലേ? ഇലയുടെ മേൽഭാഗത്ത് മധ്യസ്ഥലത്തായിട്ട് ഓലൻ വരും. അപ്പം നമുക്ക് ഇത് രണ്ടും ഇലയിലേക്ക് മാറ്റാം. കണ്ടോ, ഓലന്റെ സ്ഥാനം ഇതാണ്. ഇലയുടെ മേലെ സെന്റർ ആയിട്ട് വരും. ഇനി നമുക്ക് അവിയൽ എടുക്കാം. അവിയലിന്റെ സ്ഥാനം ഇലയുടെ കൂടുതൽ നമുക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് ഇലയുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലെ ഭാഗത്ത് അവിയലും വെച്ചു. വിളമ്പി പോകേണ്ടത് എല്ലാം കുറേശ്ശെ ആയിട്ട് വിളമ്പുക അല്ലെ? എന്ത് ഐറ്റം ആണെങ്കിലും അതിന് മാത്രം എക്സ്ട്രാ. അപ്പം കണ്ടല്ലോ, രീതിയെങ്കിലും പല ആൾക്കാരും പല രീതിക്കും വിളമ്പും. അതെ, ഫോളോ ചെയ്യേണ്ട രീതി ഇതാണ്. അപ്പോൾ പല രീതികളും ഉണ്ട്, എന്നാലും ഫോളോ ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള രീതി ഇതാണ്. പുളിയിഞ്ചി ഈ ഭാഗത്ത്, ഓലൻ സെൻറ്ററിൽ വരും ഇലയുടെ, അവിയൽ ഇങ്ങേ അറ്റത്ത് വരും, റൈറ്റ് സൈഡിലെ മേലെ ഭാഗത്തായിട്ട് വരും. അപ്പോൾ അവിയലും ഓലനും നമ്മളാക്കി. ഇത് രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 വിഭവങ്ങളാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായി സദ്യവട്ടത്തിൽ കാണാം.